എല്ലാവർക്കും സ്വാഗതം. രേവതിക്കുട്ടി മാമച്ചനോട് പറയുന്നുണ്ടായിരുന്നു ഗോവർദ്ധൻ അങ്കിള് സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് അലീന ചേച്ചീനോടൊന്ന് സംസാരിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല. അലീന ചേച്ചീനെ മാറ്റി നിർത്തിയിരിക്കുകയാണെന്നാണ് അറിഞ്ഞതെന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതിലെന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടല്ലോ അങ്കിളേ എന്ന് പറയുമ്പോൾ മാമച്ചനും അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മാമച്ചൻ പറയും പീഡന കേസല്ലേ, അതിലിങ്ങനെ പബ്ലിക്കായിട്ട് കയറി ഇടപെടാനൊരു മടി, ഇനി പിന്നെ നമ്മളും കൂടെ നാറും പീഡന കേസ് ആയതുകൊണ്ട് എന്ന് പറയുമ്പോൾ അങ്കിള് ആ കേസിലൊന്നും ഇടപെടണ്ടെന്ന് രേവതിക്കുട്ടി പറയൂ കേട്ടോ. അലീന ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാ? അലീന ചേച്ചിക്ക് വേറെ ആരാ ഉള്ളത്? ബാലചന്ദ്രൻ സാറാണെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കല്ലേ, ഇതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ മാമച്ചായൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് പോലീസുകാരായിട്ട് പരിചയമൊന്നുമില്ല, ക്ലബ്ബിൽ ചില പോലീസുകാരൊക്കെ വരാറുണ്ട് എന്ന് പറയും. അപ്പോൾ ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് അവരുമായിട്ടൊന്ന് സംസാരിച്ചാലോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവരൊക്കെ റിട്ടയർഡ് ആയവരാണ്. ഇനിയിപ്പോൾ അത് മാത്രമല്ല, ഇങ്ങനെ ഇപ്പം എറണാകുളത്തെ പോലീസ് പാലായിലെ കാര്യത്തിലൊന്നും ഇടപെടില്ല എന്നും മാമച്ചൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഗ്രേസമ്മ ചോദിക്കുകയാണ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്ത് ആരെങ്കിലും കാണില്ലേ എന്ന്. അപ്പം മാമച്ചായൻ പറയും എനിക്ക് പോലീസിലല്ലായിരുന്നു ജോലി, പട്ടാളത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് മാമച്ചൻ തന്നെ കുറച്ച് സമയം ആലോചിച്ച് നിന്നിട്ട് ഗ്രേസമ്മേനോട് ചോദിക്കും നിൻ്റെ അമ്മാച്ചൻ്റെ മകൻ ഒരുത്തൻ കല്യാണം കഴിച്ചിട്ടുള്ളത് പാലായിലെ ഒരു പോലീസുകാരൻ്റെ മകളല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അത് ശരിയാണ്, നമ്മൾ ഈ കേസും പറഞ്ഞ് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെയും കൂടെ പിടിച്ച് അവരകത്തിടും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കുര്യച്ചൻ്റെ മകൻ ജോബിച്ചനാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. പക്ഷേ ആ കൊച്ചും അതിൻ്റെ വീട്ടുകാരൊക്കെ നായന്മാരാണ്, ഹിന്ദുക്കളാണ്. ഇവനാണെങ്കിൽ ജോബിച്ചനാണെങ്കിൽ ക്രിസ്ത്യാനിയാണല്ലോ. അതിൻ്റെ പേരിൽ കുറേ വഴക്കുണ്ടായതാണ്. ജോബിച്ചൻ ആ കൊച്ചിനെ കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്യില്ലായിരുന്നോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുര്യച്ചൻ്റെ കയ്യിൽ പണം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അതൊക്കെ ഒന്ന് ഒതുങ്ങി തീർന്നത്, അല്ലെങ്കിൽ ജോബിച്ചനെയും പിടിച്ച് അവരകത്തിട്ടേനേന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാമച്ചായൻ പറയും അതൊക്കെ 4-5 വർഷം മുന്നേ നടന്ന കാര്യമല്ലേ, ഇപ്പോൾ അവർ നല്ല യോജിപ്പിലാണെങ്കിലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറയും കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു അതിന് എൻ്റെ കയ്യിൽ ജോബിച്ചൻ്റെ നമ്പർ ഇല്ല എന്ന് പറയും കേട്ടോ, കുര്യച്ചനോട് ചോദിക്കണം എന്ന് പറയും. എന്നിട്ട് എൻ്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിക്കുട്ടി ചോദിക്കും എൻ്റെ ഫോൺ മതിയോന്ന്. അപ്പോൾ ഗ്രേസമ്മയാണെങ്കിലും കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നിൻ്റെ ഫോണിൽ കുര്യച്ചൻ്റെ നമ്പർ ഉണ്ടോയെന്ന്. അപ്പോൾ എന്തായാലും പിന്നെ രേവതിക്കുട്ടി പോയിട്ട് ഗ്രേസമ്മയുടെ ഫോണൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുര്യച്ചനെ വിളിക്കും. ഭാഗ്യത്തിന് കുര്യച്ചൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിക്കും കേട്ടോ. അയാൾ ഫോൺ എടുക്കുന്ന സമയത്ത് കുര്യച്ചൻ ഞാൻ പാലാരിവട്ടത്തു നിന്ന് ഗ്രേസമ്മയാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ കോട്ടയത്ത് നിന്ന് വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യേ. എന്നിട്ട് പിന്നെ മാമച്ചനോടും രേവതിക്കുട്ടിനോടും പറയും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ച് നോക്കാമെന്ന് പറയും. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു നമുക്ക് അവരുടെ വീട്ടിലോട്ട് പോയാലോ, ഈ ഒരു കേസ് ഫോണിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറ്റത്തില്ല എന്ന് പറയും. നമ്മൾ വീട്ടിലേക്ക് ചെന്ന് കാല് പിടിക്കുന്ന പോലെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറ്റത്തില്ല എന്ന് പറയില്ലായിരിക്കും എന്ന് പറയുമ്പോൾ ഗ്രേസമ്മേനോടും അമ്മച്ചനും പറയുന്നുണ്ട് കേട്ടോ അവൾ പറഞ്ഞാലും കാര്യമുണ്ടെന്ന്. അപ്പോൾ അവരുടെ വീട് കുറുവിലങ്ങാടോ അവിടെ എവിടെയോ ആണ് കേട്ടോ, 55 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പോവാമെന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ മാമച്ചായനാണെങ്കിലും. പിന്നീട് അലീനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് CI വിളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വനിതാ കോൺസ്റ്റബിൾ അലീനെയും കൊണ്ട് അയാളുടെ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അലീനയോട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഞാൻ ചോദിക്കുന്നതിനെല്ലാം സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞാൽ നിനക്ക് കൊള്ളാം, ജീപ്പിൽ വെച്ച് ചോദിച്ചപ്പോൾ നീ സഹകരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും അദ്ദേഹം അതുതന്നെയാണ് ചോദിക്കുന്നത്, ഹരിയും രോഹിത്തും കൂടെ നിന്നെ വെച്ച് ഇങ്ങനെ മൊബൈലിൽ അശ്ലീല പടം പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പലീന അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ നിനക്കെതിരെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്, നിന്നെ അവർ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അലീന പറയുന്നത്. അവരെന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, അപ്പോഴൊക്കെ ഞാൻ അവർക്ക് താക്കീതും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ നിന്നോട് എന്താണ് മോശമായിട്ട് പെരുമാറിയിട്ടുള്ളത്, അതെന്തായാലും നിൻ്റെ ശരീരത്തിലായിരിക്കും എന്നൊക്കെയാണ് കേട്ടോ SI ഇങ്ങനെ അലീനോട് ചോദിക്കുന്നത്. അലീനയ്ക്കാണെങ്കിലും അതിന് മറുപടി പറയാനൊക്കെ ഭയങ്കര മടിയുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അവർ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവരെന്നെ കയ്യിൽ കയറി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ശക്തമായിട്ട് തന്നെ എതിർത്തു എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പിന്നീട് രോഹിത്തിനെയും ഹരിനെയും ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരാൻ അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിളിനോട് പറയും കേട്ടോ. അയാൾ പിന്നെ നേരെ ലോക്കപ്പിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവരെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. ഹരിശങ്കറും രോഹിത് ബാലേന്ദ്രനും ഇറങ്ങി വാടാന്ന് പറയും കേട്ടോ. ലോക്കപ്പ് തുറന്നു കൊടുത്തിട്ട്. അപ്പോൾ അതിൽ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ, 4 പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഒരു കോൺസ്റ്റബിൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൽ ഒരുത്തനെ എവിടെയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതിനെ ഇങ്ങനെ തെളിവെടുപ്പിന് വേണ്ടിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ഹരിനെയും രോഹിത്തിനെയും കൂട്ടി SIയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. രേവതിക്കുട്ടിയാണെങ്കിലും പോകാൻ റെഡിയായിട്ട് ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാമച്ചായനെയും ഗ്രേസമ്മേനെയും വിളിക്കും. കല്യാണത്തിനൊന്നല്ലല്ലോ പോകുന്നത്, മതി ഒരുങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും കേട്ടോ. അപ്പോഴേക്കും മാമച്ചൻ ഒരുങ്ങി റെഡിയായിട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആന ഒരുങ്ങി ഇറങ്ങി വന്നല്ലോ, പാപ്പാൻ റെഡി ആയില്ലേ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ആരാടി ആന എന്ന് പറഞ്ഞിട്ട് രേവതിക്കുട്ടിയുടെ ചെവിക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ. മാമച്ചായനാണെങ്കിലും
അപ്പോഴേക്കും ഗ്രേസമ്മ ഒരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി ഗ്രേസമ്മേനെ പിടിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇത് മതി, മേക്കപ്പ് കൂടുതലും ഇല്ല കുറവില്ല, സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ കളിയായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അവർ കാറിൽ കയറാനായിട്ട് പോവും. പിന്നെ കൃഷ്ണമോളെയാണ് കാണിക്കുന്നത്. കൃഷ്ണമോളാണെങ്കിലും ഒറ്റയ്ക്കാണ് കേട്ടോ. ബബിതയാണെങ്കിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അവളാണെങ്കിൽ അവിടെ സോഫയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഇടയ്ക്ക് മൊബൈലിലേക്ക് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനലിൻ്റെ അവിടെ വന്നിട്ട് കർട്ടനൊക്കെ മാറ്റി പുറത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ആകെ ടെൻഷനിലും സങ്കടത്തിലൊക്കെ തന്നെ ആയിരിക്കുന്നത്. അപ്പോഴാണ് രേവതിക്കുട്ടി പിന്നെ കൃഷ്ണമോളെ വിളിക്കുന്നത് കേട്ടോ. കൃഷ്ണമോളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി തിരിച്ചു വന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ വന്നിട്ടില്ല എന്ന് പറയും. ഇതുവരെ ഒരു വിവരം അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ആൻറ്റിയുടെ ഒരു കസിൻ ഉണ്ട് പോലീസുകാരൻ, അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴാണ് അവിടെ എത്തുക എന്നൊക്കെ കൃഷ്ണമോള് ചോദിക്കുമ്പോൾ ഇവിടുന്ന് 1 മണിക്കൂർ ഡ്രൈവേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നീട് മാമച്ചായനോട് ചോദിക്കും കേട്ടോ, അങ്കിളെ അത്രയല്ലേ ഉണ്ടാവുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ കൂടിയ 1.25 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തും എന്ന് പറയും കേട്ടോ. അപ്പോൾ കൃഷ്ണമോളോടും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഒരു കൂടിയ 1.25 മണിക്കൂർ അത്രേ ഉണ്ടാവുള്ളൂ എന്നാണ് അങ്കിള് പറയുന്നതെന്ന് പറയുമ്പോൾ ചേച്ചി അവിടെ എത്തിയാൽ എന്നെ ഒന്ന് വിളിക്കുമോ എന്ന് ചോദിക്കും കേട്ടോ കൃഷ്ണമോള്. അപ്പോൾ അതിനെന്താ വിളിക്കാലോ എന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ രേവതിക്കുട്ടി കോള് കട്ട് ചെയ്യും കേട്ടോ. സമാധാനമായിട്ട് ഇരിക്കുക, പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കോള് കട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് രോഹിത്തും ഹരിയും എസ്ഐയുടെ അടുത്തേക്ക് ചെന്നതാണ് കേട്ടോ. അപ്പോൾ അലീന അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കാണെങ്കിൽ രോഹിത്താണെങ്കിലും അലീനേനെ ഇങ്ങനെ ഒരു ഭയങ്കര സങ്കടത്തിലുള്ള ഒരു നോട്ടാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അലീന പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്നോ, അവൾ എന്തെല്ലാം പറഞ്ഞതാണ് ഹരിയായിട്ട് കൂട്ടുകൂടണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്തതായിരുന്നല്ലോ രോഹിത്തിനെ. അലീന പറഞ്ഞത് കേൾക്കാതെ ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയതിൻ്റെ തിരിച്ചറിവാണോ എന്നറിയില്ല. ഇടയ്ക്ക് ഇങ്ങനെ രോഹിത്ത് അലീനേനെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അലീനയാണെങ്കിലും രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നേ ഇല്ല. രോഹിത്തിനെ അങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം ഭയങ്കര സങ്കടം ഉണ്ട് അലീനയ്ക്ക്. പിന്നീട് എസ് ഐ ആണെങ്കിലും അവരോട് രണ്ടുപേരോടും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവളല്ലേ നിങ്ങളുടെ വീട്ടിലെ വേലക്കാരി, ഇവളോട് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹരിയാണ് കേട്ടോ പറയുന്നത്, ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ എത്ര തവണ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ 1 തവണ എന്ന് പറയുന്നുണ്ട്. പിന്നീട് എസ് ഐ ചോദിക്കുന്നുണ്ട് അതെങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ ഹരിയാണ് പറയാൻ തുടങ്ങുന്നത്. അപ്പോൾ ഹരിനോട് പറയണ്ട, രോഹിത്തിനോട് പറയാൻ പറയും കേട്ടോ. ഇവൻ്റെ വീട്, ഇവൻ്റെ റൂം, ഇവൻ പറയട്ടെ എന്ന് പറയും. രോഹിത്താണ് കേട്ടോ പിന്നീട് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു അതെന്ന് ചോദിക്കുന്ന സമയത്ത് രോഹിത് പറയുന്നുണ്ടായിരുന്നു, റൂമിലേക്ക് വിളിപ്പിച്ചിട്ട് ഇങ്ങനെ മയക്കുമരുന്ന് കലർത്തി കൊടുത്ത് ജ്യൂസ് കൊടുത്തു. അതിനുശേഷം ഇങ്ങനെ കയ്യിൽ കയറി പിടിച്ചു, കെട്ടിപ്പിടിച്ചു, ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും മതി എന്നിങ്ങനെ എസ് ഐ പറയും. എന്നിട്ട് അലീനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്നോട് എന്താ പറഞ്ഞത്, ഇവന്മാർ നിന്നോടൊന്നും ചെയ്തിട്ടില്ല, കയ്യിൽ കയറി പിടിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് നീ ഇങ്ങനെ അതിനെ ശക്തമായിട്ട് എതിർത്തു എന്നൊക്കെയല്ലേ നീ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്, നീ എന്താ വിചാരിച്ചത് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ വെറും ഊളകളാണെന്നോ, നീ എന്താ ഇങ്ങനെ ബലാത്സംഗ വീരന്മാരെ രക്ഷിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് ദേഷ്യപ്പെടും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അതിനവൻ മുഴുവൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പറഞ്ഞിടത്തോളം മതി എന്നാണ് കേട്ടോ എസ് ഐ പറയുന്നത്. എന്നിട്ട് പിന്നെ അവർ രണ്ടുപേരെയും ലോക്കപ്പിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പറയുന്നുണ്ട് കേട്ടോ. അവരെ ലോക്കപ്പ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്തും അലീനനെ ഇങ്ങനെ ഭയങ്കര ഒരു സങ്കടത്തോടു കൂടിയാണ് കേട്ടോ രോഹിത്ത് നോക്കുന്നത്. പക്ഷേ അലീനയാണെങ്കിൽ രോഹിത്തിനെ നോക്കുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നെ എസ് ഐ ഇവരെ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, CI അദ്ദേഹം വന്നിട്ടുണ്ട്, സാറിനെ വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് പ്രമോയാണ് കാണിക്കുന്നത്. പ്രമോയിൽ ഹരിക്കും രോഹിത്തിനും എതിരെ ഇങ്ങനെ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാൻ അലീനയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന കൊടുക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ CI ആണെങ്കിലും ഇങ്ങനെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അലീനയോട്. പിന്നെ അലീനേനെ സ്റ്റേഷനിൽ കൊണ്ടുപോയ കാര്യം ബാലചന്ദ്രൻ അറിയുന്നുണ്ട്. എത്രയാണ് പ്രമോയിൽ കാണിച്ചത്.